ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയിലത്തെ വിശേഷമാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു ദിവസമായിരുന്നു. കുട്ടികളില്ലാത്തതിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു. എന്നാലും അതൊക്കെ നമ്മൾ ഓരോ പണികളെടുത്ത് നടന്നപ്പോൾ അങ്ങനെ ഒരു കുറവും തോന്നിയില്ല. പിന്നെ എപ്പോഴും കുട്ടികൾ പുറത്ത് പോകലും ക്ലാസ്സിൽ പോകലൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ ഒരു സന്ധ്യ നേരത്താണ് അവരെ ഞാൻ ശരിക്കും മിസ് ചെയ്യുക കേട്ടോ. പകലൊന്നും വലിയ കുഴപ്പമില്ല. സന്ധ്യ നേരത്ത് ഞാൻ ആ മേശമേരുന്നിട്ട് നമ്മുടെ ബിസിനസ്സിൻ്റെ കാര്യങ്ങൾക്ക് ഇരിക്കുമ്പോഴാണ് ഇവരെ എനിക്ക് മിസ് ചെയ്യുക. അങ്ങനെ ദേ രാവിലെ എണീറ്റു. ഇന്ന് പതിവിലും നേരത്തോടെ എണീറ്റു. കാരണം ഇപ്പോൾ ഉറക്കക്ഷീണോ കാര്യങ്ങളോ ഒന്നും കാര്യമായിട്ടില്ല. അങ്ങനെ ദേ പാച്ചുട്ടൻ പോവാൻ നിൽക്കുകയാണ്. അപ്പം ഞങ്ങൾ വിചാരിച്ചു 2 ദിവസം ഭയങ്കര വിഷമാവും എന്നുള്ളത്. പക്ഷേ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമുക്ക് ഇപ്പോഴാണ് മനസ്സിലായത് അവൻ വെറുതെ ആവശ്യമില്ലാണ്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് വെറുതെ കരയുമായിരുന്നു കേട്ടോ രാവിലെയൊക്കെ. അപ്പോൾ 2 ദിവസം അങ്ങനെ അടുപ്പിച്ച് കണ്ടപ്പോഴാണ് ഞാൻ പറഞ്ഞത് അവന് എന്തോ ഒരു അസ്വസ്ഥതയുണ്ട്. കാരണം കുട്ടികൾ വെറുതെ കാരണമില്ലാണ്ട് വാശി പിടിക്കുക അല്ലെങ്കിൽ കരയുകയോ ചെയ്യുമ്പോൾ അവർക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടാകുമ്പോഴാണ് കുട്ടികൾ, അതായത് എവിടെയെങ്കിലും ഒരു വേദനയോ, അപ്പോൾ അവർക്കത് പറയാറിയില്ല. അപ്പോൾ അപ്പോഴാണ് അവരിങ്ങനെ കരയാട്ടോ. അപ്പോൾ ഞാനത് പറയുകയും ചെയ്തു. അങ്ങനെ ഡോക്ടറെ അടുത്ത് പോയപ്പോഴാണ് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടെന്നും അതിനോടനുബന്ധിച്ചുള്ള ബാക്കി കാര്യങ്ങളൊക്കെ കേട്ടോ. അങ്ങനെ ദേ അവൻ ടി വി ഒക്കെ ഓഫ് ചെയ്ത് ഡാഡിയുടെ കൂടെ പോവാണ്. അപ്പോൾ 2 വീലറിൽ പോകാമെന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള കാര്യമായിട്ട്. ഇവനും അതെ ചാക്കോച്ചനും അത് ഭയങ്കര ഇഷ്ടമാണ്. തോമു പിന്നെ എപ്പോഴും ഉച്ചയ്ക്ക് ഡാഡിയുടെ കൂടെ വരണ കാരണം അവന് വലിയ പുതുമയില്ല. അപ്പോൾ ഇവരെ അങ്ങനെ കൊണ്ടുപോകാറില്ലല്ലോ. അപ്പോൾ ഇന്ന് രാവിലെ വലിയ വെയിലും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഡാഡി 2 വീലറിലാണ് കൊണ്ടുപോയത് കേട്ടോ. അങ്ങനെ അപ്പാപ്പനും മോനും കൂടി പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഓരോ പണികൾക്ക് നിന്നപ്പോൾ ഞാൻ ഡിമ്പിളിനോട് പറഞ്ഞു, കിച്ചണിലത്തെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം, നീ ഒതുക്കാനുള്ളതും കാര്യങ്ങളൊക്കെ ഒതുക്കിക്കോ എന്ന് പറഞ്ഞ് ഞാൻ എൻ്റേതായ കാര്യങ്ങളിലേക്ക് ഏർപ്പെട്ടു കേട്ടോ. അപ്പോൾ പതിവ് പോലെ രാവിലത്തെ ഫസ്റ്റ് ട്രിപ്പ് പോസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ഡാഡി രാവിലെ തന്നെ പോയി. 9 മണിക്ക് ഇവിടെ തുറക്കും. അപ്പോൾ 9 മണിക്ക് തന്നെ പോയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള കാര്യം ഇവനെ കൊണ്ടുവന്നാക്കി വന്നതിന് ശേഷമാണ് ചെയ്യുക. ഒരു 11-12 മണിയൊക്കെ ആകുമ്പോൾ പിന്നെയാണ് 2 മണിയാകുമ്പോൾ നമ്മൾ മൂന്നാമത് പോവാട്ടോ. അങ്ങനെ പിന്നെ കൊറിയർ അയക്കേണ്ടത് 7 മണി വരെയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അത്യാവശ്യമായിട്ട് ഇന്ന് തന്നെ വേണം, നാളെ കിട്ടേണ്ടതാണെന്ന് പറഞ്ഞാൽ നമുക്ക് കൊറിയർ സർവീസ് ഉണ്ട്. ഒരു പ്രശ്നമില്ലാണ്ട് പിറ്റേ ദിവസം നിങ്ങളുടെ കയ്യിലെത്തും കേട്ടോ. അങ്ങനെയുണ്ട്. അപ്പം ഞാൻ അറിവിലേക്ക് പറയുകയാണ്. കുറേ പേര് ചോദിക്കാറുണ്ട് 2 ദിവസം കൊണ്ട് കിട്ടുമെന്നൊക്കെ. പോസ്റ്റാണെങ്കിൽ ഇന്ന് അയച്ചു കഴിഞ്ഞാൽ മിക്കവാറും പിറ്റേ ദിവസം കിട്ടാറുണ്ട്, അല്ലെങ്കിൽ ഒരു ദിവസം മാത്രം അപ്പുറത്ത് പോവാറുള്ളൂ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് രാവിലത്തെ വെള്ളം നിറയ്ക്കലും. അപ്പോൾ ഇന്ന് വെള്ളത്തിനൊന്നും വലിയ ചിലവില്ല, കുട്ടികളൊന്നുമില്ലല്ലോ. അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഇന്ന് പൂരിയാണ്, ചപ്പാത്തി ബാക്കിയിരിക്കുന്നു, പൂരിയാണ്. അപ്പോൾ അതിന് മസാല ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഡിമ്പിൾ. അപ്പോൾ എനിക്കാന്ന് വെച്ചാൽ പൂരി വെറുതെ തിന്നാനാണ് എനിക്കിഷ്ടം കേട്ടോ. ഞാൻ പറയാറില്ലേ നിങ്ങളോട്, എനിക്ക് വെറുതെ കടിച്ച് തിന്നാനിഷ്ടം. അത് ഈ പൂരിയാണ് ഇഷ്ടം കേട്ടോ. ചപ്പാത്തി പൂരി ആക്കണത് നല്ല നൈസായിട്ടുള്ളതാകുമ്പോൾ നല്ലോണം പോളയൊക്കെ വന്ന് നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഞാൻ പൂരി ഉണ്ടാക്കി. അപ്പോൾ ഞാൻ ഇത് കണ്ടപ്പോഴാണ് ഓർത്തത്, ഞാൻ ഇന്ന് രാവിലെ ഗുളിക കഴിച്ചിട്ടില്ല തോന്നുന്നുണ്ട്. ഇപ്പോൾ ഇത് കണ്ടപ്പോഴാണ് ഞാൻ ഓർത്തത് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ എന്താ പറയുക, ഇനിയിപ്പോൾ രാത്രിയും ഞാൻ കഴിച്ചിട്ടില്ല. അതിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ പോയി കഴിച്ചോളാം. ഞാൻ ശരിക്കും എപ്പോഴും ഞാൻ കളിയാക്കി പറയും, വീഡിയോ കണ്ണുകളിലൂടെയാണ് എൻ്റെ ഓരോ കാര്യങ്ങളും ഞാൻ കാണുക കേൾക്കുക എന്നുള്ളത് കേട്ടോ. ഇതൊക്കെ പുതിയ തരം മുമ്പുണ്ടായിരുന്നു, ഇപ്പോൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളതാണ്. അതായത് ഈ ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്ന പോലെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള മാലകളാണ് കേട്ടോ. ഭയങ്കര പ്ലേറ്റഡ് തന്നെയാണ് കേട്ടോ, ലൈറ്റ് വെയ്റ്റ് ആണ്, ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. ഇത് നമ്മളുടെ നെക്ലസ് അല്ല, എന്താ പറയുക, സാരിമാല എന്നും പറയാൻ പറ്റില്ലല്ലോ, നമ്മൾ താഴ്ന്ന് കിടക്കില്ലേ, അങ്ങനത്തെ മാലകളാണ് കേട്ടോ. നെക്ലസ് അല്ല, ഇടയിലിടുന്ന മാല. അപ്പോൾ ഇതൊക്കെ ആ പാറ്റേണുകളാണ്. അപ്പോൾ ഇനി ഇവിടെ ഞങ്ങളുടെ കല്യാണങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് കണ്ടമാനം സ്റ്റോക്കും ഇതൊക്കെ പോകുന്നുണ്ട്. ഇതതുപോലെ നല്ലൊരു മാല കേട്ടോ, കട്ടിയുള്ള ഒരു തരം മാലയാണ്, ട്രഡീഷണൽ മാല. എനിക്കതിൻ്റെ പേര് പെട്ടെന്ന് ഓർക്കുമ്പോൾ കിട്ടണില്ല. ഇതല്ല, ഇതിൻ്റെ തൊട്ട് മുമ്പുള്ളത് കേട്ടോ. അങ്ങനെ ഇതൊക്കെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ സമയം കുറച്ചായപ്പോൾ ഡിമ്പിൾ ഓരോ ഭാഗങ്ങൾ ഒതുക്കിയിട്ട് ഇവിടം വരെ എത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ വേഗം ഇവർക്ക് ഉച്ചയ്ക്ക് മുമ്പായിട്ട് കുട്ടികളെ എന്നാണ് പറയണേ, പാച്ചുവിനെ കൊണ്ടുവരുന്നതിൻ്റെ മുമ്പായിട്ട് അവർക്ക് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഒരു ഗ്ലാസ് കാപ്പി കുടിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഇത്തിരി ഉഷാറാവുമല്ലോ. അങ്ങനെ 2 പേരും കാപ്പിയൊക്കെ കുടിച്ച്. അപ്പോൾ ഡിമ്പിൾ പോണതിന് മുമ്പ് മുതിര വേവിക്കാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മുതിര കാച്ചി ഇന്നലെ നമ്മുടെ ലുലുന്ന് വാങ്ങിയിട്ടുണ്ടല്ലോ മീൻ, അപ്പോൾ അത് വറുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഡിമ്പിളും ഡാഡിയും പോയി. അപ്പോൾ അവർ പോയി കഴിഞ്ഞിട്ട് പിന്നെ വരുമ്പോഴാണ് അവർ പാച്ചുവിനെ കൊണ്ടുവരിക. അപ്പോൾ അതുവരെ ഞാൻ ഒറ്റയ്ക്ക്, അപ്പോൾ ഞാൻ വാതിലൊക്കെ അടച്ച് ഗേറ്റ് അടയ്ക്കേണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ പണികൾക്ക് വേണ്ടിയിട്ട് കടന്നു കേട്ടോ. അപ്പോൾ
ശരിക്കും രാവിലത്തെ 2 പ്രാവശ്യമായിട്ടുള്ള എൻ്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തോ ഭയങ്കര സ്വസ്ഥതയായിട്ട് എനിക്ക് ഇരിക്കാൻ പറ്റി. എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇന്നലെ അതെ ഇന്നും അതെ. അങ്ങനെ അതെ ഡിംപിള് ഒതുക്കലൊക്കെ കഴിഞ്ഞ് പെട്ടിയൊക്കെ അവിടെ വെച്ച് പോയിട്ടുണ്ട്. ഞാനങ്ങനെ കിച്ചണിലേക്ക് കടന്നു. അപ്പോൾ ഒന്നേന്ന് തൊട്ടുണ്ട് രാവിലെ തൊട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ എനിക്ക് ആരും ഇല്ലെങ്കിൽ ഞാൻ പടപടേന്ന് ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇതാ ബണ്ണ് നമ്മുടെ കൊച്ച് ബണ്ണ് ഇരിക്കണു. അപ്പോൾ അത് ഞാൻ കവറിൽ നിന്ന് മാറ്റി. കവറിലാകുമ്പോൾ നമുക്ക് കൈകാര്യം ചെയ്യാൻ ഭയങ്കര പാടാണ്. ഇങ്ങനെയാകുമ്പോൾ എടുക്കാനും എളുപ്പമാണ്. തുറന്ന് ഓരോന്നും എടുക്കാം. അല്ലെങ്കിൽ അത് അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കണ്ടേ, അല്ലെങ്കിൽ മടക്കി വെക്കണ്ടേന്ന് വെച്ചിട്ട് ആരും തൊടില്ല കേട്ടോ. അങ്ങനെ അത് വെച്ച് അത് കഴിഞ്ഞ് ഞാൻ ചോറ് വെച്ചു. ഇന്നലത്തെ ചോറുണ്ടായിരുന്നത് തിളപ്പിച്ച് ഊറ്റി വെച്ചു. പിന്നെ കറികൾ, മീൻ പുരട്ടി വെച്ചു. പിന്നെ എന്തുട്ടായിരുന്നു, അങ്ങനെ അത്യാവശ്യം ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ സോസേജ് എടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളത്തിലിടല്ല, പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇന്നെങ്കിലും എനിക്ക് എന്തെങ്കിലും ഒരു വീഡിയോ ഇടണം എന്നുള്ള ഇതിലേട്ടോ. അപ്പോൾ ഫിൽറ്റർ ഞാൻ കഴുകി വെച്ചു. അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫിൽറ്റർ എങ്ങനെയാണ്. അതാണ് ഞാൻ അങ്ങനെ 4 പീസായിട്ട് കാണിച്ചത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് കാലത്തത്തെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വേഗം മീൻ ഒന്ന് ഉപ്പും മുളകൊക്കെ പുരട്ടി വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ വരുന്ന സമയത്ത് അതെടുത്ത് വറുക്കല്ലേ വേണ്ടു. അപ്പം ഞാൻ വറുക്കുമ്പോൾ എപ്പോഴും എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാ പൊടികളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് കുറച്ച് കോൺഫ്ലവറും ഒരു തുണ്ട് അരിപ്പൊടിയും. അപ്പോൾ അതെനിക്ക് ഒരു കുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. അതുപോലെ തന്നെ വെള്ളം ചിലർ കണ്ടിട്ടുണ്ട്, വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ കുഴയ്ക്കും. അത് ആയിക്കഴിഞ്ഞാൽ നമ്മൾ എണ്ണയിലിട്ട വഴിക്ക് മസാല വേറിട്ട് നിൽക്കും. തിരിച്ച് കുറച്ച് എണ്ണയിലാണ് അത് പുരട്ടി വെച്ചതെന്ന് വെച്ചാൽ നമ്മൾ ഇട്ട വഴിക്ക് ആ മസാല അതുമ്പോൾ തന്നെ പിടിച്ച് നിൽക്കും, അതിൽ പോവില്ല. അപ്പോൾ നിങ്ങളെപ്പോഴും മീൻ പുരട്ടി വയ്ക്കുമ്പോൾ വെള്ളം തെളിക്കാണ്ട് കുറച്ച് എണ്ണ എടുത്തിട്ട്, അത് അധികമൊന്നും വേണ്ട, അത് പുരട്ടിയിട്ട് വറുത്ത് കഴിഞ്ഞാൽ അതുപോലെ ഒരു തുണ്ട് അരിപ്പൊടി കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ ഒട്ടും പിടിക്കില്ല, നല്ല ക്രിസ്പായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഞാൻ സോസേജ് നാളേക്കുള്ള സംഭവം, അതായത് ഇന്ന് നിങ്ങൾക്ക് 10 മണിക്ക് കാണാനുള്ളതാണ്. നല്ല സ്പൈസി ആയിട്ടുള്ള ചില്ലി സോസേജ്, അതായത് നമ്മൾ ചില്ലി ചിക്കനൊക്കെ വെക്കുന്നതിൻ്റെ വേറൊരു വേർഷൻ കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ ഇന്നത്തെ 10 മണിക്കുള്ള വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മുതിര നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അതൊന്ന് കാച്ചണം. അപ്പോൾ ഞാൻ മുതിര കാച്ച എങ്ങനെയാണെന്ന് വെച്ചാൽ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും വേപ്പിലയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് ചതയ്ക്കും. വെളുത്തുള്ളി കൂടുതലായാൽ നല്ലതാട്ടോ. അത് കഴിഞ്ഞിട്ട് ഓയിലാണ് അധികം ഭാഗം എടുക്കുക. അപ്പോൾ അത് ഒഴിച്ച് കുറച്ച് ഉപ്പിട്ട് നന്നായി ഒന്ന് മൂക്കുമ്പോൾ നമ്മൾ ഞാൻ എൻ്റെ പൊടിക്കൈയാണ് കേട്ടോ, കുറച്ച് മല്ലിപ്പൊടി ഇടും. അപ്പോഴാണ് എനിക്കൊരു ഇഷ്ടം തോന്നിയിട്ടുള്ളത്. വളരെ കുറച്ചിട്ടാണ്, ഇറച്ചിയിലൊന്നും ഇടുന്ന പോലെയല്ല, വളരെ കുറച്ച് മല്ലിപ്പൊടി ഇട്ട് പിന്നെ ഒരു തുണ്ട് മുളക് പൊടി ഇടും. മുളക് പൊടി ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ കുത്തിപ്പൊടി മാത്രമാകുമ്പോൾ അവിടെ ഇവിടെ ഇങ്ങനെ എന്താ പറയുക, വെള്ളം ഇറക്കിയ പോലെ നിൽക്കാന്നൊക്കെ പറയില്ലേ, അങ്ങനെ നിൽക്കും. എന്നിട്ട് കുത്തിപ്പൊടി ഇങ്ങനെ ഇടുമ്പോൾ നല്ല മുരിമുരാന്ന് വരുമ്പോൾ നമ്മളതിലേക്ക് ഈ മുതിര വേവിച്ചത് അങ്ങോട്ട് ഇടുകയാണ് ചെയ്യുക കേട്ടോ. എന്നിട്ട് ഒന്ന് വറ്റിച്ച് കഴിഞ്ഞാൽ സൂപ്പർ മുതിര കൂട്ടാനാണ്. ഇതാണ് മുതിര. അപ്പോൾ നമ്മുടെ നെല്ലിക്കുന്നത്ത് അമ്മയൊക്കെ ചെയ്യണ ഒരു പരിപാടിയുണ്ട്, ഇത് വറുത്തിട്ട് പൊടിച്ചിട്ട് വെക്കും. അത് അതിനേക്കാളും ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഒരു വസ്തുത മീൻ വറുക്കാനായിട്ട് ഇട്ടു. അപ്പോഴേക്കും പിള്ളേരെത്തി കേട്ടോ. ഒരു 1:30 ആകുമ്പോഴേക്കും അവരെത്തി. അപ്പോൾ ഇനിയിപ്പോൾ നേരെ അവർക്ക് ഫുഡ് കൊടുക്കുക എന്നുള്ളതാണ്. പാച്ചുവിന് എങ്ങനെയാണെന്ന് വെച്ചാൽ മീൻ വറുത്തതുണ്ടായ പാച്ചുവിനും ചാക്കോനും വലിയ ഇഷ്ടമാണ് മുണ്ണാനായിട്ട് കേട്ടോ. അപ്പം മീൻ വറുക്കണ മണം കേൾക്കുമ്പോൾ, അപ്പോൾ ഞാൻ അധിക ഭാഗം അവരുള്ളപ്പോഴാണ് മീൻ വറുക്കണം. അപ്പോൾ ആ മണം കേൾക്കുമ്പോൾ നമുക്കും അങ്ങനെ തന്നെയല്ല, മണം കേൾക്കുമ്പോൾ കഴിക്കാൻ തോന്നുമല്ലോ. അങ്ങനെ മീനൊക്കെ വറുത്ത് അങ്ങോട്ട് മാറ്റി വെച്ച്. അപ്പോൾ നല്ല പീസ് മീനായിരുന്നു. അപ്പോൾ ഇങ്ങനെ മീൻ കണ്ടപ്പോൾ ഞാൻ ഡിവൈനെ ഓർക്കുക, കാരണം ഡിവൈനാണ് ഇങ്ങനത്തെ മീൻ ഇഷ്ടമുള്ള ആൾ കേട്ടോ. അങ്ങനെ മുതിര കണ്ടോ, കാണുമ്പോൾ തന്നെ അറിയാം നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് എന്നുള്ളത്. അങ്ങനെ ഞാൻ വളരെ കുറച്ചെടുത്തിട്ട് ഞാൻ കറികൾ വെക്കുള്ളൂ കേട്ടോ. കുട്ടികളെങ്ങനെയാണെന്ന് വെച്ചാൽ അറിയാണ്ട് കുറച്ച് അധികമൊക്കെ ഇടും. ഞാനെങ്ങനെയാണെന്ന് വെച്ചാൽ അപ്പാപ്പളത്തേക്കുള്ള കറിയും സംഭവങ്ങൾ മാത്രമേ ഞാൻ വെക്കുള്ളൂ. എനിക്ക് ഈ പിന്നീട് ബാക്കി വരുമ്പോൾ എനിക്കതൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതും മുതിരയും മീൻ വറുത്തതും പിന്നെ നമ്മുടെ ഇന്നലത്തെ വെളുത്തുള്ളി അച്ചാർ, സൂപ്പർ അച്ചാർ കേട്ടോ. ലുലുവിൻ്റെ തന്നെയാണ് ബ്രാൻഡ്. ഞാൻ എല്ലാ അച്ചാറും വാങ്ങിക്കുമ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഫുൾ വെള്ളമാണ്, അതായത് ഗ്രേവി മാത്രമാണ്, മറ്റേ ഉള്ളി വളരെ കുറവാണ് കാണാം. പക്ഷേ ഇതങ്ങനെയല്ല കേട്ടോ, നിറച്ച് ഉള്ളിയുണ്ട്. ഭയങ്കര ഇഷ്ടമായി എനിക്ക്. അപ്പോൾ അത് അടുക്കളയത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ പതുക്കെ ഈ പയറൊന്നും ഇടിക്കാമെന്ന് വെച്ചു. പക്ഷേ ഇന്നലെ എനിക്ക് തോന്നി നല്ലതാണ്, ഇന്നേക്ക് നോക്കിയപ്പോൾ എനിക്ക് തോന്നി വേണ്ടായിരുന്നു, കാരണം മന്ത് പോലത്തെ പയർ. എന്നാലും സാരമില്ല, 2 ഉപ്പേരിക്ക് ആയി. കുട്ടികൾക്കൊന്നും വലിയ ഇഷ്ടമല്ല.
അവരങ്ങനെ ഉപ്പേരിയും കാര്യങ്ങളൊന്നും അധികം കൂട്ടാറില്ല. ഞാനാണ് ഈ പച്ചക്കറിയുടെ ആൾ കേട്ടോ. അപ്പോൾ എനിക്ക് 2 പ്രാവശ്യത്തേക്കുള്ളതായി. അപ്പോൾ അതങ്ങോട്ട് മാറ്റി വെച്ചു. അപ്പോഴേക്കും ഡാഡി ഇന്നലെ ഞാനവിടെ ലുലുവിൽ ഉണക്കമീൻ കണ്ടപ്പോൾ ഞാനത് വാങ്ങിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നോക്കിയപ്പോൾ മറ്റേ ക്ലീൻ ചെയ്തതാണ്. ഇതിപ്പോൾ ക്ലീൻ ചെയ്യാൻ നമുക്ക് വലിയ പാടൊന്നുമില്ല. അപ്പോഴാണ് ഇവിടെ പൂച്ചട്ടി സെൻറ്ററിൽ എപ്പോഴും ഒരു വണ്ടിയിൽ നിറച്ച് ഉണക്കമീൻ കിടക്കും. അപ്പോൾ 2 ദിവസം മുമ്പ് ചെമ്മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡാഡി പോയിട്ട് അവിടെ നിന്ന് വാങ്ങിക്കൊണ്ടുവന്നതാട്ടോ. ഈ രണ്ടും കൂടിയിട്ട് അവിടെ ഒരു കൂട്ടം വാങ്ങിക്കുന്നതിൻ്റെ വിലയെ നമുക്ക് ആയുള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ മറ്റേ ബസ്മതി റൈസ് ഇവിടെ ഉണ്ടോ ഇല്ലേന്ന് എനിക്ക് ഭയങ്കര ഒരു സംശയമായിരുന്നു. അപ്പോൾ ഞാൻ അതൊന്ന് നോക്കാനായിട്ട് എടുത്തപ്പോൾ സംഭവം അതിലുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഇത് ഒതുക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ വെച്ചപ്പോൾ കൈ തൊട്ട് കഴിഞ്ഞാൽ എനിക്ക് എല്ലാ ബോക്സും ഒതുക്കേണ്ടി വരും. അപ്പോൾ ഞാൻ ഈ അരി മാത്രം പൊട്ടിച്ചിട്ടു. കാരണം നാളെ എങ്ങാനും കുട്ടികൾ ഈ അരി അന്വേഷിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ആ നേരത്ത് വന്ന് ഞാൻ തപ്പേണ്ടി വരും. അപ്പോൾ അപ്പോഴത്തെ ബോക്സുകളിലാക്കി കൊടുത്താൽ പിന്നെ അവർക്ക് അതെടുത്ത് ചെയ്യല്ലേ വേണ്ടു. അപ്പോൾ ഇന്നത്തെ ചിന്താ വിഷയം: തെറ്റ് ചെയ്യാതെ നിൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ വന്നിട്ടുണ്ടെങ്കിൽ നീ അത് മറന്നാലും കാലം അത് മറക്കില്ല. നീ അനുഭവിച്ച വേദനകളും കണ്ണുനീരിനും കാരണമായവരോട് കാലം കണക്ക് ചോദിച്ചിരിക്കും. അത് എന്താ പറയുക, നമ്മൾ പറയില്ലേ, അത് വളരെ ശരിയാട്ടോ. ഞാൻ കൂടുതലൊന്നും പറയില്ല. അങ്ങനെ ഞാൻ എൻ്റെ ഉച്ചയിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ ലോക്കറ്റ്സ് ഞാൻ ഇന്നലെ ഇട്ടോ ഇല്ലയെന്ന് എനിക്ക് സംശയമുണ്ട്. ഇന്ന് ഒരു പാർട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തായാലും ഫോട്ടോസ് എടുത്തതാണ്. നല്ല എന്താ പറയുക, റോയൽ സാധനം എന്ന് പറയില്ലേ. പേളുണ്ട്, പേളും കോറലും ഉണ്ട്. കോറൽ മാത്രമുണ്ട്, പിന്നെ ബ്ലാക്ക് ഉണ്ട്. അപ്പോൾ കമ്മൽ എല്ലാത്തിനും ഇല്ല കേട്ടോ, സെറ്റായിട്ട് വന്നിട്ടില്ല. അങ്ങനെ ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് കിടന്നൊന്നുമില്ല കേട്ടോ. ഞാനും പാച്ചും ഇവിടെ എന്താ പറയുക ഓരോ കാര്യങ്ങൾ നോക്കി കിടക്കായിരുന്നു. ഡിംപിളും ഉണ്ടായിരുന്നു. ഡാഡി കിടന്നുറങ്ങി. അത് കഴിഞ്ഞ് എണീറ്റ് ഞാൻ ഇവർക്ക് ഉള്ള പാൽ കൊടുത്തു. അപ്പോൾ അവർ 3 പേരും പാൽ കുടിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു അവർക്കുള്ള ഇറച്ചി ഞാൻ ഇപ്പോൾ അവർക്ക് പാൽ കൊടുക്കുന്നതോട് കൂടിയിട്ടാണ് അവരുടെ ഇറച്ചി എടുത്ത് പുറത്ത് വയ്ക്കുക. അപ്പം ഞാൻ ഇന്നലെ ലുലുന്ന് വാങ്ങിച്ചതാണ് ചിക്കൻ പുറത്ത് വെച്ചത് കേട്ടോ. നല്ല അളവുണ്ടായിരുന്നു, തൂക്കം തന്നെയാണ് കേട്ടോ. പിന്നെ ഞാൻ ചായ വയ്ക്കാൻ നിന്നു. അപ്പോൾ നമ്മളുടെ ഇളനാടിൻ്റെ ഞാൻ ഇന്നലെ ലുലുന്ന് വാങ്ങിച്ച ചായപ്പൊടിയായിരുന്നു, പാലായിരുന്നു. നല്ല കട്ടിയുള്ള പാൽ, ഗുഡ് ലൈഫ് പോലെ തന്നെ കേട്ടോ. അപ്പോൾ ഞാൻ മസാലപ്പൊടി ഓൾറെഡി പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ മസാല ഇട്ടിരിക്കെ. അപ്പോൾ അത് ആദ്യം ഇട്ടിട്ടാണ് ഞാൻ ഇത് ചെയ്യുക. അപ്പോൾ പിന്നെ നമുക്ക് എക്സ്ട്രാ വേറെ ഏലക്കായോ കാര്യങ്ങളോ ഒന്നും ആഡ് ചെയ്യണ്ട. അപ്പോൾ നിങ്ങൾക്കായാലും അങ്ങനെ ഒരു എന്താ പറയുക പ്ലെയിൻ ചായ അല്ലാണ്ട് ഒരു ഫ്ലേവേർഡ് ചായ കുടിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. നല്ലതാണ്, മസാല ടീ എപ്പോഴും നല്ലതാണ്. അപ്പോൾ ഞാൻ ചായ വെച്ചു. നല്ല ഇളനാട് പാലായതുകൊണ്ട് തന്നെ നല്ല കട്ടിയുള്ള നല്ല ചായയായിരുന്നു കേട്ടോ. അങ്ങനെ ചായ കുടിച്ചിട്ട് അപ്പോൾ ഇന്ന് ഡിംപിളിനും ഡാഡിക്കും വൈകിട്ടും കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് പോകേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചായ കുടിച്ചിട്ട് ഇറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് ചായ കുടിച്ച് കൊടുത്തിട്ടാണ് അവരെ വിട്ടത്. അത് കഴിഞ്ഞ് ഞാനും പാച്ചുവും മാത്രമായി. പിന്നെ പാച്ചുവിനെ കൊണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അതിങ്ങനെ എൻ്റെ പിന്നാലെ നടക്കും. ഓരോ കാര്യങ്ങൾ കുറേ കാര്യങ്ങൾ ചോദിക്കും. ആ ചോദിക്കണേനുള്ള മറുപടിയൊക്കെ പറഞ്ഞു കൊടുത്താൽ മതി. അങ്ങനെ ഞാൻ 3 മുട്ട പുഴുങ്ങാട്ടുണ്ട്. ഞാൻ ഇതിനാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. സൂപ്പർ ഒരു സംഭവം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് നാളത്തെ കഴിഞ്ഞ്, അതായത് മറ്റന്നാൾ ഞാൻ നിങ്ങൾക്ക് റെസിപ്പി തരാം കേട്ടോ. ഞാൻ ഉണ്ടാക്കണത് ഞാൻ കാണിച്ചു തരാം, എന്നാലും മറ്റന്നാൾ റെസിപ്പി തരാം കേട്ടോ. അങ്ങനെ ഇവർ പോകാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ശരിക്കും 5:15 5:30 ആയിട്ടുണ്ട്. പോകുമ്പോൾ ജസ്റ്റ് പോയി 1-2 സാധനങ്ങൾ വാങ്ങിക്കുകയേ വേണ്ടു. അവർ പോയതിന് ശേഷം ഞാൻ നമ്മുടെ ഈ വശത്തേക്ക് അന്നൊക്കെ നനയ്ക്കാൻ പോയിട്ടുണ്ടെങ്കിലും ഇലകളൊന്നും വാടിയതെടുത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു കഷ്ണം ഇങ്ങനെ വാടിയിട്ട് ഇങ്ങനെ താഴത്തേക്ക് വീണെടുക്കണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കണ്ടു, ഇതൊക്കെ ഒന്ന് വെട്ടാറായിട്ടുണ്ട്, വെട്ടി കളയണം. പക്ഷെ അതിന് ഡാഡിക്ക് ഒന്ന് ഒഴിവ് കിട്ടിയിട്ട് വേണം. അപ്പം ഞാൻ നനയ്ക്കാൻ ഇറങ്ങിയപ്പോൾ എന്നെ സഹായിക്കാൻ എൻ്റെ മോൻ വന്നതാട്ടോ. അപ്പോൾ അവൻ എനിക്ക് സഹായിച്ചു തരണം. പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഒരു ചളിവെള്ളം കണ്ടപ്പോൾ മൂപ്പരുടെ നനയ്ക്കിനോടത്തുനിന്ന് ശ്രദ്ധ മുഴുവൻ അതിരിക്കായി. കാരണം ചായയുടെ കളറ് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഞങ്ങളുടെയൊക്കെ ചെറുപ്പമാണ് കേട്ടോ. ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ നമ്മുടെ ഇഷ്ടിക ഇപ്പം എങ്ങനെ ഇഷ്ടികയ്ക്ക് പകരം ഈ മറ്റേ എന്നിട്ട് ബ്രിക്കാണ്, ഹോളോ ബ്രിക്കാണ്. പണ്ട് അങ്ങനെയുള്ള സംഭവമില്ലല്ലോ, വെറുതെ ഇങ്ങനെ തൊടുമ്പോഴേക്കും പൊട്ടണ ഇഷ്ടിക. അപ്പോൾ ഈ ഇഷ്ടിക വെള്ളത്തിൽ കലക്കി കഴിഞ്ഞാൽ ചായയുടെ കളറ്. അന്നൊന്നും വീടുകളിൽ അധിക ഭാഗമൊന്നും ചായയില്ല, ചായക്കടയിലാണ് ചായ ഉണ്ടാവുക. വീടുകളിലൊക്കെ അന്ന് കാപ്പിയാണ് ഉണ്ടാവുക. അപ്പോൾ ഈ കളർ ഇങ്ങനെ കലക്കി കഴിയുമ്പോൾ ഞങ്ങൾ അത് എടുത്തിട്ട് ചായ എന്ന് പറഞ്ഞിട്ട് കളിക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് പാച്ചു അത് കണ്ടപ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു ഈ കുട്ടികൾക്കും, അതായത് ഒരു പ്രായം കഴിഞ്ഞാൽ എല്ലാവരും ഒരു പ്രായത്തിൽ എല്ലാവരും ഒരേപോലെയാണ് ചിന്തിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇപ്പോൾ അവന് നമ്മൾ പണ്ട് കളിച്ച അതുപോലെ അവന് ഇപ്പം ചായ എന്ന് തോന്നേണ്ട കാര്യമില്ലല്ലോ.
അങ്ങനെ ഞാൻ ദേ ആ വെട്ടിയ മണി മണി പ്ലാന്റിൻ്റെ കഷ്ണങ്ങൾ ഒന്നിച്ചാക്കി ഞാൻ വെള്ളത്തിൽ കൊണ്ടിട്ടു. അപ്പോഴാണ് കൊതു വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കേണ്ടതാണ് കേട്ടോ. നല്ല സംഭവമാണ് കേട്ടോ, നല്ല കൊതുക് തിരിയ. അപ്പോൾ ഞാനെങ്ങനെ വെച്ചാൽ ഇവിടെ ഒരെണ്ണം കത്തിച്ചിട്ട് 2 ബെഡ്റൂമും തുറന്നിടും. അത് കഴിഞ്ഞിട്ട് നേരെ അടുക്കളയിൽ ബാക്കിൽ ഇവിടെ കൊണ്ടുവന്ന് ഒരെണ്ണം വെക്കും. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ പട്ടികളുടെ അവിടേക്കും ഉണ്ടാവില്ല, അകത്തേക്കും ഉണ്ടാവും. അപ്പോൾ 2 വശത്തു നിന്നാകുമ്പോൾ പിന്നെ വീടിൻ്റെ ഉള്ളിൽ കൊതു അങ്ങനെ ഉണ്ടാവില്ല, അങ്ങനെ വലിയ മണമില്ല കേട്ടോ, നല്ല മണമാണ് ഇതിന്. അപ്പോൾ അതുകൊണ്ട് ഒരു കൊതുക് തിരി കത്തിക്കുന്ന ഒരു ഇതില്ല, നല്ലൊരു ഫ്രഷ് ആയിട്ടുള്ള മണമാണ് കേട്ടോ. അങ്ങനെ ഞാൻ മുട്ട 15 മിനിറ്റാണ് ഞാൻ ഇട്ടത്. 12 മിനിറ്റ് മതി എന്ന് പറയുമെങ്കിലും ഞാൻ വിചാരിക്കും കൂടിയോണ്ട് കുഴപ്പമില്ല, കുറഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പിളുപിളാന്നിട്ട് ഇരിക്കില്ലേ. അപ്പം ഞാൻ അതങ്ങോട്ട് മാറ്റി വെച്ചു. പിന്നെ ഇപ്പോൾ നമ്മുടെ സോസേജിൻ്റെ ബാക്കി പണി ഞാൻ പറഞ്ഞില്ലേ 15 മിനിറ്റ് കഴിഞ്ഞിട്ട് മാറ്റി വെക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ സോസേജ് എടുത്ത് വറക്കണു. അപ്പോൾ ഞാൻ നിങ്ങളോട് എനിക്ക് പറഞ്ഞില്ല എന്ന് തോന്നുന്നുണ്ടല്ലേ, ഞാനത് നേരത്തെ വീഡിയോ, നാളേക്കുള്ള വീഡിയോയിൽ, അതായത് 10 മണിക്കലത്തെ വീഡിയോയിലാണ് ഞാനതൊക്കെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ, നല്ല സംഭവമാണ്. ഇത് തന്നെ സെയിം നമ്മളുടെ സോയാ ചങ്ക്സ് കൊണ്ടും ചെയ്യാൻ പറ്റും. അപ്പോൾ സോയാ ചങ്ക്സ് കൊണ്ട് ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചാൽ, അത് നമ്മൾ അറിയാലോ സോയ എങ്ങനെയാണ് യൂസ് ചെയ്യാമെന്നറിയാലോ. തിളച്ച വെള്ളത്തിലിട്ടിട്ട് ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടാണ് ചെയ്യുക. അപ്പോൾ ഇത് വ്യക്തമായിട്ട് വിശദമായിട്ട് ഞാൻ 10 മണിയിലത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളത് കണ്ടിട്ട് വെച്ച് നോക്കുക. നല്ല ടേസ്റ്റുള്ള ഒരു ഡിഷാണ്. ഇപ്പോൾ നമ്മൾക്ക് ഫ്രൈഡ് റൈസിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, പൊറോട്ടയുടെ കൂടെ ഒക്കെ സെമി ഗ്രേവി ആയിട്ട് കഴിക്കാവുന്ന നല്ലൊരു ഡിഷ്. അപ്പോൾ നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത് കുറേ സാധനങ്ങളൊന്നുമില്ല. ഇപ്പോൾ നമ്മുടെ വീട്ടിലുള്ള സാധനമൊന്നും ഞാൻ പറയില്ല, കാരണം ഇപ്പോൾ സോയാ സോസ് എല്ലാവരുടെയും വീടുകളിൽ ഉണ്ടാവണമെന്നില്ല, ക്യാപ്സിക്കം എല്ലാവരുടെയും വീടുകളിൽ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അതൊക്കെ ഉണ്ട് കേട്ടോ, 2-3 സംഭവങ്ങൾ എക്സ്ട്രാ ഉണ്ട്. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. ടൊമാറ്റോ സോസൊക്കെ ചിലപ്പോൾ എല്ലാവരുടെയും വീടുകളുണ്ടാവും, ചില്ലി സോസ് എല്ലായിടത്തും ഉണ്ടാവണമെന്നില്ല. അങ്ങനെ കുട്ടി സാധനങ്ങൾ ഉണ്ട് കേട്ടോ ഇതിൽ. ഞാൻ സാധാരണ നിങ്ങൾക്ക് ഓരോന്ന് കാണിച്ചു തരുമ്പോഴൊക്കെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ചെയ്യുക. ഇതിപ്പോൾ ഒന്ന് മാറിയെന്ന് മാത്രം കേട്ടോ, എന്നാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇപ്പോൾ ഒരുവിധം ഒരു 90% എല്ലാവരുടെയും വീടുകളിൽ ഇതുണ്ടാവും. എന്നാലും ഞാൻ പറയാം, ഇത് കോൺഫ്ലവറാണ്. കോൺഫ്ലവറും ഞാൻ നിങ്ങളോട് പറയാറുണ്ട്, കോൺഫ്ലവർ ഈ പറഞ്ഞ പോലെ ബേക്കറിയിൽ നിന്ന് ഈ കുട്ടി ബോക്സ് വാങ്ങിക്കാണ്ട് നിങ്ങൾ ഈ ഹോൾസെയിൽ കടയിൽ, ബിരിയാണി കടയൊക്കെയില്ലേ, ബിരിയാണിക്കുള്ള സാധനങ്ങൾ കിട്ടണ കടകൾ, അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ വലിയൊരു പാക്കറ്റ് ചെറിയൊരു വിലയ്ക്കാണ് കിട്ടുക. അത് അവിടെ നിന്ന് വാങ്ങിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ കോക്കനട്ട് മിൽക്ക് പൗഡർ, പിന്നെ ഈ കോൺഫ്ലവർ, പിന്നെ എന്തുട്ടാണ് കസ്റ്റേർഡ് പൗഡർ, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അതൊക്കെ ബൾക്കായിട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ വളരെ ചെറിയ കാശ്, അതായത് ബേക്കറിയിൽ നമ്മൾ ഈ 100ഉം 200ഉം വാങ്ങിക്കണ കാശ് നമുക്ക് അവിടെ 1/2 കിലോനൊക്കെ ആവുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെയുള്ള സാധനങ്ങൾ, അതുപോലെ സോസൊക്കെ വലിയ ബോട്ടിൽ അവിടെ നിന്ന് വാങ്ങിക്കുമ്പോൾ വളരെ ചെറിയ കാശാവുള്ളൂ. ബിരിയാണി കടകളാണ് കേട്ടോ അധിക ഭാഗം ഞാൻ പറയണത്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഷോപ്പുകളിലാണ് കേട്ടോ ഞാൻ അങ്ങനെ വില കുറവ് ഞാൻ പറഞ്ഞത്. പിന്നെ ഫ്രൈംസൊക്കെ അങ്ങനെയുള്ള ഷോപ്പുകളിലാണ് കിട്ടുക. അപ്പം ഞാൻ മുട്ട പുഴുങ്ങിയത് എന്തിനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ മറ്റേ ചില്ലി സോസേജിൻ്റെ പരിപാടി നിങ്ങൾ നാളെ കാണുക. അതായത് ഇന്ന് 10 മണിക്ക് കാണുക, ഇത് നാളെ കാണുക കേട്ടോ. ഇത് വെറൈറ്റി ഒരു സംഭവമാണ്, നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും. ഞാനിത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇന്ന് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. കാരണം പൊരി ഇവിടെ കുറേ ദിവസമായി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അവിടെ ബിസ്ക്കറ്റിൻ്റെ വശത്ത് പൊരി കുറേ നാളായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം പൊരി കൊണ്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നോക്കിയപ്പോൾ കുട്ടികൾക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും വലിയ ഇഷ്ടമല്ല. അപ്പം ഞാൻ ഇന്ന് ഒരു റെസിപ്പി കണ്ടതാണ്. എന്നാൽ പിന്നെ വൈകാൻ നിന്നില്ല. കാസർഗോട്ടുകാരുടെ എന്ന് പറഞ്ഞിട്ടാണ് അതിൽ എഴുതിയേക്കണത്. പക്ഷെ ഞാൻ അതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ ഞാൻ മുറുമുറുന്ന് അങ്ങനെ അങ്ങോട്ട് തോന്നുന്നുണ്ട് കേട്ടോ. എന്തുട്ടായാലും ഭയങ്കര ടേസ്റ്റായിരുന്നു. അപ്പോൾ വേറെ ഒന്നുമില്ല, ഇതൊക്കെയാണ് ഇൻഗ്രീഡിയൻസ്. ഇത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളാട്ടോ. ഇത് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ചെയ്യാം. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ടുള്ള ഒരു ഡിഷാണ്. പുഴുങ്ങിയ മുട്ടയാണ്, 3 മുട്ട പുഴുങ്ങി ഞാനത് പൊടിച്ച് പിന്നെ ബാക്കി സാധനങ്ങളൊക്കെ ഇട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവം എന്ന് പറഞ്ഞാൽ സ്നാക്കാണ് കേട്ടോ. ശരിക്കും നമുക്ക് ഒരു സന്ധ്യ നേരത്തൊക്കെ ഇരുന്നിട്ട്, പ്രത്യേകിച്ച് വല്ല മഴയൊക്കെയുള്ള ദിവസമൊക്കെ ആണെങ്കിൽ ഇതിങ്ങനെ ഒരു കട്ടൻ ചായയുടെയൊക്കെ കൂടെ കഴിച്ചാൽ നല്ലതാണ്. എനിക്ക് ഭയങ്കര, ഞാൻ ആദ്യമായിട്ട് ഇന്ന് ട്രൈ ചെയ്തത്. പക്ഷേ കുട്ടികൾക്കൊക്കെ കുട്ടികളെന്ന് പറഞ്ഞാൽ ഇന്ന് ഡിംപിൾ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഡിംപിളും ഡാഡിയും ഞാനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 2 പേർക്കും ഭയങ്കര ഇഷ്ടമായി. ഡിംപിൾ അങ്ങനെ എല്ലാതും തിന്നണ ആളല്ല, പക്ഷേ മൂപ്പർക്ക് അത് ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പോൾ പുഴുങ്ങിയ മുട്ടയുടെ ഫ്ലേവറും മറ്റേ പച്ചക്കുള്ള സവോളയും പച്ചമുളകും എല്ലാം കൂടി നല്ലൊരു ഫ്ലേവറ്, മറ്റേ ലെമൺ ജ്യൂസ് ഉണ്ടായിരുന്നു. എല്ലാം കൂടി വെച്ചപ്പോൾ നല്ലൊരു സാലഡ് എന്ന് തന്നെ പറയാം കേട്ടോ. പക്ഷേ പേര് വേറെയാണ്, കാസർഗോഡുകാരുടെ കുറുമുറു എന്ന് അങ്ങനെ അങ്ങടാണ് കേട്ടോ അതിൽ ഞാൻ കണ്ടത്.
അങ്ങനെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു ഇന്ന് നേരത്തോടെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പാച്ചുവിനുള്ള ഫുഡ് കൊടുക്കലും ഒക്കെ കഴിഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഡിംപിൾ പറഞ്ഞു ഞങ്ങളിന്ന് ശരിക്ക് ദൃശ്യം 3 കാണണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യാനായിട്ട് കിട്ടി സംഭവം. അപ്പോഴാണ് പെട്ടെന്ന് കുറച്ച് പോസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ നാളെ ആവാം, കാരണം അതാണല്ലോ നമുക്ക് പ്രാധാന്യം, അതാണല്ലോ. അപ്പോൾ എന്തായാലും ഞങ്ങൾ 2 ബാച്ചായിട്ട് പോവുക. അപ്പോൾ ഇന്ന് ഫസ്റ്റ് ഞങ്ങൾ ബാച്ച് പോവാമെന്നൊക്കെ വിചാരിച്ചു. പിന്നെ അത് പ്ലാനൊക്കെ തെറ്റി. പിന്നെ 2 മണിക്ക് പോയി കഴിഞ്ഞാൽ പാച്ചുവിനെയും കൊണ്ടുപോകണം. അവൻ എത്രത്തോളം അത് ആ നേരത്തെ എങ്ങനെയാണെന്നൊന്നും അറിയില്ല, വെറുതെ പരീക്ഷിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ ദൃശ്യം 2 കാണാനിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഡിംപിൾ പറഞ്ഞു 2 കണ്ടിട്ട് നമുക്ക് 3 കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ ഇത് നമ്മൾ തിയേറ്ററിലല്ലല്ലോ കണ്ടിരിക്കണേന്ന് പറഞ്ഞ് അതങ്ങനെ ഓൺ ചെയ്ത് ഞങ്ങൾ ഒരു അനക്കമില്ല. ഞാൻ പറഞ്ഞില്ലേ, പിള്ളേരില്ലാത്തതിൻ്റെ എന്താ പറയുക, ഒരു സൈലൻസ് എപ്പോഴും വീട്ടിലുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പൊറോട്ട മിനിയാന്ന് വാങ്ങിച്ചതുണ്ടായിരുന്നില്ല, അത് ഞാൻ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് ആവിയേറ്റി അവിടെ വെച്ചു. ചോറുണ്ടായിരുന്നു, മീൻകറി ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ ചില്ലി സോസേജ് ഉണ്ടായിരുന്നു. പിന്നെ നിങ്ങൾക്ക് എന്താ വേണ്ടെങ്കിൽ കഴിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാൻ അതവിടെ വെച്ചു. അപ്പോൾ ഡാഡിയും ഇവരും ചോറ് എടുത്തത് കേട്ടോ. അപ്പോൾ ആ സിനിമ കണ്ടുകൊണ്ട് ഞങ്ങൾ ഭക്ഷണം കഴിച്ചു. കാരണം ഞങ്ങൾക്ക് പരസ്പരം സംസാരിക്കാൻ വിഷയമൊന്നുമില്ല. പിള്ളേരില്ലെങ്കിൽ ഞാൻ പറയാം ആകെ മൂകതയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് മറ്റേ എന്താ പറയുക, വാട്ടർമെലൺ തണ്ണിമത്തൻ ഇന്നലെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും സിനിമ കഴിഞ്ഞു. തുടരുമല്ല, ദൃശ്യം 2 അങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞു. ആ കഴിഞ്ഞോട് കൂടിയിട്ട് എണീറ്റ് അപ്പാപ്പനും മോനും കുളിക്കാനായിട്ട് അങ്ങോട്ട് പോയി. പിന്നെ ഡിംപിൾ പാത്രങ്ങൾ കഴുകി, ഞാൻ പരിയപ്പുറത്ത് പട്ടികളുടെ കാര്യങ്ങൾ നോക്കി. അങ്ങനെ ഓരോരുത്തർ പടപടപടയുന്ന പരിപാടികളൊക്കെ കഴിച്ചപ്പോൾ ഡോണിനും ഡിവൈനും വിളിച്ചപ്പോൾ അവർ സേലം കഴിഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഏകദേശം കോയമ്പത്തൂരൊക്കെ ആയിട്ടുണ്ടാവും. എന്തായാലും 1 മണിയോട് കൂടി എത്താൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ എന്നോട് എന്തായാലും കിടന്നോളാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാലും എനിക്ക് ഉറക്കം വരില്ല. പിന്നെ പട്ടികൾ ആദ്യം ഒരു കുരയ്ക്കും ഇവരെ കാണുമ്പോൾ, അപ്പോൾ പിന്നെ നമ്മൾ തന്നെ എണീക്കും. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസത്തെ എല്ലാ പരിപാടികളും ഭംഗിയായിട്ട് അങ്ങോട്ട് കഴിഞ്ഞു. ഇനി നാളെ തൊട്ട് പിള്ളേരെ എത്രയോട് കൂടിയിട്ട് നല്ല മേളാവട്ടോ. ഇനി വന്നു കഴിഞ്ഞാൽ ഉണ്ടാവും പോയോടത്തെ വിശേഷങ്ങൾ. അവർ സൂവിലേക്കൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ വരുമ്പോൾ കാണാം ടൈഗറിനെ കണ്ട വിശേഷം, ആ വിശേഷം ഈ വിശേഷം കുറേ ഉണ്ടാവും പറയാനായിട്ട് കേട്ടോ. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം അങ്ങോട്ട് കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ നാളെ രാവിലേക്ക് ഏതാണെന്നൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ഞാൻ ഇപ്പോഴാണ് ഓർത്തത്, അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ എന്നുള്ളത്. പിന്നെ എന്തെങ്കിലും ചെയ്യാം, അവർക്ക് വന്നാലും ഭയങ്കര ക്ഷീണം ഉണ്ടാവും, എണീക്കാനൊക്കെ ലേറ്റാവും. നാളെ സാറ്റർഡേ അല്ലേ, ക്ലാസ് ഒന്നുമില്ല കുട്ടികൾക്ക്. അങ്ങനെ ഇന്ന് പിന്നെ ഞാൻ ബിസിനസ്സിനും കാര്യങ്ങൾക്കും ഒന്നും ഇരിക്കാൻ നിന്നില്ല. സംഭവം ബോക്സൊക്കെ കൊണ്ടുവച്ചെങ്കിലും ഞാൻ ഓർഡേഴ്സിൻ്റെ അവിടെ നോക്കിയപ്പോൾ മെസ്സേജുകളൊന്നും കാര്യമായിട്ടില്ല. അപ്പോൾ ഉള്ളതിനൊക്കെ മറുപടി കൊടുത്തിട്ട് ഞാൻ മിണ്ടാണ്ട് അവിടെ വെച്ചു കേട്ടോ. കാരണം ഇന്ന് മടി വന്നു. കുറേ നേരം ഇന്ന് പതിവില്ലാത്ത കുറേ കാര്യങ്ങൾ ചെയ്തുല്ലോ. കാരണം 2 തരം നാളെ 10 മണിക്ക് ഇടാനുള്ളതും ഇന്നേക്ക് 10 മണിക്ക് ഇടാനുള്ളതും എല്ലാതും ഞാൻ റെഡിയാക്കി വെച്ചത്. അപ്പം മൊത്തം തിരക്കായിരുന്നു. അപ്പോൾ ഇന്ന് ഇത് മതിയെന്ന് വിചാരിച്ചു. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം ഭംഗിയായിട്ട് കഴിഞ്ഞു. അപ്പോൾ നല്ലൊരു ദിവസം തന്ന ദൈവത്തിന് 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. നാളെ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ 2 ദിവസമായിട്ട് നിങ്ങൾക്ക് ചാക്കോച്ചനെയും തോമൂനെയൊക്കെ മിസ് ചെയ്യുന്നുണ്ടാവും. നാളെ തൊട്ട് ഞങ്ങൾ വീണ്ടും വരുന്നുണ്ട് പൂർവാധികം ശക്തിയോട് കൂടിയിട്ട് കേട്ടോ. അപ്പോൾ നാളെ കാണാം. ബൈ.